കടരഹിതമായിട്ടുള്ള ഒരു അവസ്ഥ, ജീവിതം നിങ്ങൾക്ക് ഏവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ, ക്ലാസ്സിലേക്ക് കയറാനായിട്ട് റെഡി ആയിക്കോളൂ. കടം എന്ന് പറയുന്ന ഒരിക്കലും ശത്രുവല്ല, അതൊരു പാഠമാണ്, അതൊരു അനുഭവമാണ്, അതൊരു ആവശ്യവുമാണ്. പക്ഷെ കടമല്ല പ്രശ്നം, കടം തിരിച്ചടക്കാത്തതാണ് പ്രശ്നം എന്ന് ചിന്തിക്കൂ. ഗുഡ് ഈവനിങ് ഓൾ. നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹെൽത്ത് മാസ്റ്ററിയുടെ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വളരെ നിങ്ങൾക്ക് എന്താ പറയുക, ഞാനതിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയണോ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും മാറ്റി നിർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട്, എങ്ങനെയാണ് നമ്മൾ ആ അവസ്ഥയിൽ എത്തുക എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് മനസ്സിലാക്കല്ല പ്രാക്ടീസ് ചെയ്തെടുക്കുന്നത്. ഈ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതാണ്. അപ്പോ കടരഹിതമായിട്ടുള്ള ഒരു അവസ്ഥ, ജീവിതം നിങ്ങൾക്ക് ഏവർക്കും ആഗ്രഹമുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ, ക്ലാസ്സിലേക്ക് കയറാനായിട്ട് റെഡി ആയിക്കോളൂ. ഇത് പ്രിപ്പയർ ആവുക. പറയുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ആണെങ്കിൽ അവരവരെ പേരൊന്ന് താഴെ ടൈപ്പ് ചെയ്തോളൂ. എനിക്കിത് ആവശ്യമാണ്, ആവശ്യമുള്ളവർ മാത്രം. കടത്തിനെ പറ്റിയോ കടത്തിനെ ആഗ്രഹിക്കാത്തവർ അതിനെപ്പറ്റി ഒന്നും ആക്കണ്ട. അവർ മാത്രം താഴെ പേര് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇന്നലെ പഠിച്ച ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിൽ റിസൾട്ട് കിട്ടിയ റിസൾട്ടും കൂടി കേൾക്കണം. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് റിസൾട്ട് കിട്ടി, മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടിയില്ലെന്നും ഞാൻ അതിന്റെ കൂടെ ചേർത്ത് പറയാം. കാരണം ഇത് മനസ്സിലാക്കേണ്ട ചില തത്വങ്ങളിലാണ്. എല്ലാവരും ടൈപ്പ് ചെയ്തോളുക. ഇനി ഞാൻ നേരെ ഇന്നലത്തെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് വൺ ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇന്ന് റിസൾട്ട് കിട്ടിയ ആളെ ഓപ്പൺ ആക്കുക, അവർ സംസാരിക്കട്ടെ. എന്നിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ആ റിസൾട്ട് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയെന്നും ബാക്കിയുള്ളവർക്ക് എന്ത് കിട്ടിയില്ലെന്നും നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്നു. കാരണം പ്രാക്ടിക്കലാണ്, നമ്മൾ വെറും തിയറി മാത്രം പറഞ്ഞു പോകുന്ന അവസ്ഥയല്ല എന്നുള്ളതാണ്. അപ്പൊ റെഡിയാണല്ലോ? ഇപ്പൊ എല്ലാവരും ഈ നമ്മുടെ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ചാനലാണ് വെൽത്ത് മാസ്റ്റർ എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങളെല്ലാം കയറുക, അതിന്റെ കോഴ്സുകളൊക്കെ നോക്കുക, എടുക്കുക. മണി വരണമെങ്കിൽ മണി എനർജിയിലേക്ക് നിങ്ങൾ എത്തണം. ഇല്ല ഇല്ല അല്ല അല്ല എന്ന് പറഞ്ഞവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ശാന്തി വിശ്വംഭരനൊന്നും അൺമ്യൂട്ട് ചെയ്തേ, നല്ല റിസൾട്ട് കിട്ടിയ ആള്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യുക, ശാന്തി മാത്രം അൺമ്യൂട്ട് ചെയ്തേ. നമസ്തേ, പറഞ്ഞോ. ഇന്നലെ ഞാൻ 3 കാര്യമാണ് എഴുതിയത്. അതിൽ ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. ഇന്ന് 4 മണിക്ക് തന്നെ സാധിച്ചു കിട്ടണമെന്നും പറഞ്ഞ എഴുതിയത്. അതെനിക്ക് സാധിച്ചു കിട്ടി സാറ്. എന്തുകൊണ്ടായിരിക്കും ശാന്തിക്ക് എത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടിയത്? ഞാനത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തു, അത്രയും അർജന്റ് ആയത് കാരണം ഇന്നലെ രാത്രി മുഴുക്കനും നേരം വെളുത്തും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തന്നെ ഞാൻ അതിന്റെ കാര്യം നോക്കി. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. ഹാർഡ് വർക്ക് എന്ന വാക്കല്ല, നന്നായി പ്രാക്ടീസ് ചെയ്തു. അങ്ങനല്ലേ? ഇതിനു മുമ്പ് സമ്പത്തിന്റെ പരമായ വിഷയങ്ങൾക്ക് ശാന്തിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സമ്പത്തിന്റെ കാര്യത്തിന് എനിക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടും. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ, ശ്രദ്ധിച്ചുത്തരം പറയണം. നിങ്ങൾക്ക് പണം എന്ന് പറയുമ്പോൾ പേടിയാണോ തോന്നുന്നത്, സ്നേഹമാണോ തോന്നുന്നത്? എനിക്കിപ്പോ പേടിയല്ല തോന്നുന്നത്, എനിക്ക് പണത്തിനോട് എനിക്ക് സ്നേഹമാണ് തോന്നുന്നത്. സ്നേഹമാണ് തോന്നുന്നത്. ഓക്കെ. കടം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോട് എന്തോ ഒരു ഇമോഷൻ ഉണ്ടാവുന്നു? കടം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി വലിയ ചിന്തിക്കാതിരിക്കുന്നു? ഞാനിപ്പോഴും നേരത്തെ കടന്നൊക്കെ കേൾക്കുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. എനിക്കിപ്പോ സാറിന്റെ ക്ലാസ്സിൽ കയറി എല്ലാം ഇതായതിനു എനിക്ക് കടന്നു കേൾക്കുമ്പോഴും ഒന്നിനും എനിക്കൊരു പേടിയില്ല. എല്ലാം ഈസി ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കടന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസമൊന്നുമില്ല. അത് ഞാൻ എന്തിനാ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്ന അവസ്ഥയിലല്ലേ? ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ സാറ് പറഞ്ഞ ടെക്നിക്ക് ചെയ്യും, അത് വിട്ടുകളയും. പിന്നെ ഞാന് തന്ന ടെക്നിക്ക് നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾക്കത് ലഭിച്ചു എന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്?
കിട്ടുവോപ്പോ എന്ന് കരുതിയിട്ടാണോ? കിട്ടുവോ എനിക്ക് എന്ന് ഇല്ലില്ല, വിചാരിച്ചിട്ടാണോ? എനിക്ക് കിട്ടും. ആ എഴുതുന്നതിന് മുമ്പ് തന്നെ സാറ് ടെക്നിക്ക് പറയുമ്പോൾ തന്നെ ഞാനത് ചെയ്യും, എനിക്ക് കിട്ടും എന്നുള്ള മനസ്സിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെ? ശരിക്കുള്ള മാനസികാവസ്ഥ അതാണ്. അതെ. ഓക്കെ. ഇവിടെ ഇത് ഇത്ര ഞാൻ 3-4 കാര്യം പറഞ്ഞപ്പോ റിസൾട്ട് കിട്ടാത്തവർ ഒന്ന് ചിന്തിച്ചു നോക്കുക. ശാന്തി പറഞ്ഞതും നിങ്ങളുടെ മാനസികാവസ്ഥയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി തിരുത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങളെ ഭവിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് വികാരം ഉണ്ടാക്കിക്കാൻ എനിക്ക് ഇക്കിളിയാക്കി ചിലപ്പോൾ നിങ്ങൾ വികാരം ഉണ്ടാക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം. അതല്ല, തമാശ പറഞ്ഞ് വികാരം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പണവുമായിട്ടുള്ള വികാരം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം. എത്ര പേർക്ക് ഇവിടെ പണവുമായിട്ട് റിയൽ ആയിട്ട് സ്നേഹം, റിയൽ എന്ന് പറഞ്ഞാൽ അകത്തുള്ള സ്നേഹമുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? വെറുതെ പറയരുത്, ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ചോദിക്കുകയാണ്. എത്ര പേർക്ക് പണം എന്ന് പറയുമ്പോൾ പേടി തോന്നുന്നവരും സ്നേഹം തോന്നുന്നവരും എത്ര പേരുണ്ട്? ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട തത്വമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. നിങ്ങൾ ഇരുന്ന് ആലോചിച്ചു പറയേണ്ട ഉത്തരമല്ല ഇത്. ഇതൊരു വികാരമാണ്. ശരിക്കും സ്നേഹം തോന്നുന്നവർ, പണത്തോടുള്ള സ്നേഹം ഉള്ളവർക്ക് മാത്രമാണ് ഈ റിസൾട്ട് കിട്ടുക എന്നുള്ള ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് മാത്രമേ റിസൾട്ട് കിട്ടൂ. സ്നേഹമുണ്ട് നമ്മൾ വെറുതെ തോന്നുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും. എനിക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട്, ഉണ്ട്. പക്ഷെ എന്നിട്ട് ഭർത്താവിന് എന്നും കുറ്റം പറഞ്ഞ് നടക്കുന്നവരാണ് സ്നേഹമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് വേറെതാണ്. അതുപോലെ പണത്തെ എന്നും കുറ്റം പറഞ്ഞ് നടക്കും. പക്ഷെ സ്നേഹമുണ്ട് വെച്ചാൽ സ്നേഹമൊക്കെ ഉണ്ട്. എന്താ, അത് കിട്ടിയ എനിക്ക് സ്നേഹം, കിട്ടിയില്ലെങ്കിൽ സ്നേഹമില്ല, അല്ലെ? പണമായിട്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ്. അൺകണ്ടീഷണൽ ആയിട്ട് ഈ പറയുന്ന ആൾക്കാർ, ഈ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അൺകണ്ടീഷണൽ സ്നേഹം ഇല്ല എന്ന് ഞാൻ പലപ്പോഴും കണ്ടതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പലർക്കും ഉണ്ട് എന്ന് നിങ്ങളിപ്പോ ഐ ലവ് മണി എന്നൊക്കെ അഫർമേഷൻ പറയുന്നു. അഫർമേഷൻ പറഞ്ഞാലൊന്നും ഭാവം മാറില്ല. അഫർമേഷൻ പറഞ്ഞാലും നിങ്ങൾ എപ്പോഴാണോ അകത്ത് ഈ ഭാവമാറ്റം, വികാരമാറ്റം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ഇതെല്ലാം അഫർമേഷൻ മാത്രം, ഐ ലവ് മൈ മണി, ഐ ലവ് മണി മണി മാത്രം പറഞ്ഞത് കൊണ്ടൊന്നും വർക്കില്ല. പക്ഷെ അതും വേണം. പക്ഷെ ആ സമയത്ത് നമ്മുടെ അകത്തിരിക്കുന്ന റെസിസ്റ്റൻസ് നമ്മൾ റിമൂവ് ചെയ്യണം. ശാന്തി കഴിഞ്ഞ 1 വർഷമായിട്ട് എന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ക്ലാസ്സിന് ശാന്തി മിസ്സാക്കില്ല. ഒരു ദിവസത്തെ പ്രാക്ടീസ് ശാന്തി കോംപ്രമൈസ് ചെയ്യില്ല. എന്ത് വില കൊടുത്തും എത്ര തിരക്കുണ്ടെങ്കിലും ജോലി അവിടെ നിന്ന് 24/7 ആണ് ശാന്തിയുടെ ജോലി, നിൽക്കാറില്ല. ജോലിയും എല്ലാം ഒന്നിച്ചാണ്, അത്രയും ഇത്. പക്ഷെ ഒരു കോംപ്രമൈസ് ഇല്ല പ്രാക്ടീസ്. എന്ത് പറഞ്ഞു കൊടുത്തു അതിന് അന്നേരം പ്രാക്ടീസ് ചെയ്യും. ഇതെന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ നാളെ ചെയ്യാം, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ശാന്തി, റഹിന, ഇവർക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അവർക്കെല്ലാം റിസൾട്ടുകളാണ്. ഇത് ഞാൻ ഉണ്ടാക്കി തരുന്ന മാജിക് റിസൾട്ടുകളൊന്നും അല്ല. അവരവരെ വൈബ്രേഷൻ മാറുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് മാത്രമാണ്. എനിക്കിത് പറഞ്ഞു തരാനേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ ചെയ്തു. നിങ്ങൾക്ക് വൈബ്രേഷൻ മാറാൻ നിങ്ങൾ പഠിക്കാത്തടത്തോളം കാലം, വൈബ്രേഷൻ നിങ്ങൾ മാറ്റാത്തടത്തോളം കാലം റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഉള്ളവർ ഇഷ്ടമല്ലേ, എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്, മിക്കവർക്കും റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞ പലരും, ഇപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളിപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളെപ്പോലെ തന്നെ മെമ്പർമാർ നമ്മുടെ ഗ്രൂപ്പിൽ അവർ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് എല്ലാവരെ കൊണ്ട് വിളിക്കാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വിളിച്ച് സംസാരിക്കുമ്പോൾ 90% ആൾക്കാരും, എനിക്ക് തോന്നുന്നു ഒരു 2500-ലധികം ആൾക്കാരെ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചു നമ്മുടെ ആൾക്കാർ. 90% ആൾക്കാരും പറഞ്ഞത് എന്റെ ഒന്നിക്കൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ലൈവ് ക്ലാസ് കയറിയിട്ട് റിസൾട്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാൻ പറ്റുന്നില്ല. സാഹചര്യങ്ങൾ, മറ്റു തിരക്കുകൾ, അങ്ങനെ തിരക്ക്, ഈ തിരക്ക് എന്ന് പറഞ്ഞിട്ട് അതിന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. സാറിന്റെ ക്ലാസ്സിൽ കയറുമ്പോഴൊക്കെ നല്ല റിസൾട്ട് ആയിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ല, ഇനി വീണ്ടും കയറണം എന്നൊക്കെ പറയണം. ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ അത് സ്ഥിരമായി കീപ്പപ്പ് ചെയ്തുകൊണ്ടുപോകും. ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്, അതിനു മുമ്പ് ക്ലാസ്സിൽ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. വെൽത്ത് മാസ്റ്ററി ഹബിൽ സാമ്പത്തിക കാര്യത്തിൽ മാത്രമുള്ള ഒരുപാട് കോഴ്സുകൾ ഞാൻ നൽകുന്നുണ്ട്. എല്ലാം വളരെ ചെറിയ ചെറിയ പൈസയോടുള്ള കോഴ്സുകളാണ് നൽകുന്നത്. എന്തിനാണ് നിങ്ങളോട് ഈ കോഴ്സുകളെ പറ്റി ഇപ്പൊ പറഞ്ഞു വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു കാര്യം പഠിക്കാത്തടത്തോളം കാലം ഭാവമാറ്റം ഉണ്ടാവില്ല. കാരണം ഭാവമാറ്റം, ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു ഇത് ചെയ്തോളൂ എന്ന്, അത് ചെയ്യുമ്പോൾ ആ സമയത്ത് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ച് ഭാവമാറ്റം ഉണ്ടാക്കുക, വികാരത്തിൽ മാറ്റം ഉണ്ടാക്കുക തന്നെ വേണം.
ഞാനിവിടെ പറഞ്ഞത് പണത്തെ പറ്റി നിങ്ങൾ പേടി കൂടരുത്, പണത്തെ സ്നേഹിക്കണം ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അഫർമേഷൻ ഒക്കെ ഇരുന്ന് എഴുതും. പക്ഷെ അഫർമേഷൻ എഴുതുമ്പോൾ ഒക്കെ പ്രാക്ടീസ് ആണ്. സത്യമായിട്ട് നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഒരു കാശിനെ പറ്റി പറയുമ്പോ അപ്പോ അയ്യോ അത് നടക്കുമോ, അത് കൂടുതലല്ലേ. 50,000 ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറയാം, ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ക്ലാസ് എടുക്കുക. നിങ്ങളോട് പറയാം ലോട്ടറി അടിക്കാനുള്ള ക്ലാസ് പഠിപ്പിക്കുകയാണ് എന്ന് പറയും. നിങ്ങൾ എല്ലാവരും കയറി വന്നു ലൈവ്. ആ ക്ലാസ്സിൽ നിങ്ങൾ 10 കോടി രൂപ ലോട്ടറി അടിക്കാനായിട്ട് എഴുതി വെച്ചു. അഫർമേഷൻ കയറി 10 കോടി രൂപ ലോട്ടറി അടിക്കാനായിട്ട് എഴുതി വെച്ചു. തൊട്ടടുത്ത നിമിഷത്തിൽ ഞാനോട് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇത് കൃത്യം ഇതിന്റെ വൈബ്രേഷൻ മാറ്റാനായിട്ട് ഒരു മെഡിറ്റേഷൻ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. 222 രൂപ അടച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ കൂടി ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇതാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. തൊട്ടടുത്ത നിമിഷത്തിൽ നിങ്ങൾ വികാരം, നിങ്ങളല്ല യൂട്യൂബ് കാണുന്ന ഒരു വികാരം എന്തായിരിക്കും? 222 രൂപ അടക്കണല്ലേ അല്ലേ. ഈ സാറിന് അടക്കുന്ന 222 രൂപ അല്ല അവിടുത്തെ പ്രശ്നം. അതിനെപ്പറ്റിയല്ല ഞാൻ പറയാം. സാറ് നിന്നുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ തന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ. എനിക്ക് സാറിന് അയക്കണ 222 രൂപ അടക്കണമെന്നതല്ല വിഷയം. ആ 222 രൂപ അടക്കണമല്ലോ ദൈവമേ എന്ന് ചിന്തിക്കുന്ന ചിന്തയിലാണ് ഈ 10 കോടിയും പോകുന്നത്. ഇതിവിടെ അടക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോ 40 രൂപയുടെ അല്ലെ, എത്ര എനിക്കറിയില്ല, ലോട്ടറിക്ക് ശരിക്കും വില എനിക്കറിയില്ല. അവർ 50 രൂപ 50 രൂപ ടിക്കറ്റ്. അപ്പോ ആ ലോട്ടറി കടക്കാരൻ പറയുന്നു, ഈ ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഗ്രൂപ്പായിട്ട് ബഞ്ചായിട്ട് എടുക്കുന്നത്. ആ ബഞ്ച് മൊത്തം എടുക്കണം എന്ന് പറയാണെന്ന് കരുതിക്കോ. തൊട്ടടുത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താ? 300 രൂപ കൊടുക്കണം അല്ലേ, വേണ്ട. 200 രൂപ കൊടുക്കണം അല്ലേ, ഇത് വേണ്ട അല്ലേ. പക്ഷെ എടുക്കുന്ന ലോട്ടറി ടിക്കറ്റ് എത്ര കോടിയുടെയാ? ഒരു ലോട്ടറി അടിക്കണമെങ്കിൽ അടിക്കുന്ന ഒന്നിലേ അടിക്കുള്ളൂ, സത്യമാണ്. ഒന്ന് മതിയെങ്കിൽ ഒന്ന് മാത്രം എക്സിറ്റ് നോക്കണം. അതിന്റെ ഇടയിലുള്ള ഒരു ചിന്തയുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ 300 രൂപയുടെ ലോട്ടറി എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. 50 രൂപയുടെ ലോട്ടറി എടുക്കാൻ പോകുന്നെങ്കിൽ അയാൾ 300 രൂപയുടെ ലോട്ടറി നിങ്ങളോട് എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ചിന്തയുണ്ടല്ലോ, ഞാൻ 250 രൂപ കൊടുക്കണോ, അതിന്റെ ആവശ്യമുണ്ട്, വേണോ, വേണ്ടേ? വേണ്ടെങ്കിൽ ഒറ്റൊരെണ്ണം എടുത്തിട്ട് ക്ലീൻ ആക്കി മുമ്പോട്ട് പോവുക, സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അല്ല 300 കൊടുക്കുക, ഒറ്റയടിക്ക് 100 കൊടുക്കുക, ഹാപ്പി ആയിട്ട് പോവുക. ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും? എത്ര പേര് ചെയ്യുന്നുണ്ട്? ഞാൻ പറഞ്ഞ അതിന്റെ ഇടയിലുള്ള ആ വൈബ്രേഷനെ നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ഫിയറിനെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതാണ് പണവുമായിട്ടുള്ള നമ്മുടെ പ്രശ്നം. ഒറ്റ ഡിസിഷൻ എടുത്തോളൂ. നിങ്ങൾ ഒരു കടയിൽ ചായ കുടിക്കാൻ പോകുന്നുണ്ടോ, നിങ്ങൾ ചായ കുടിച്ച് അവിടുത്തെ 10 രൂപ കൊടുത്ത് പൊക്കോളൂ. നിങ്ങൾ അവിടുത്തെ മെനു കാർഡെല്ലാം നോക്കി സപ്ലൈ അതിന്റെ വില, ഇവന്റെ വില, ഇത് കൂടുതലാ, ഇത് കൂടുതലാ, ഇത് കൂടുതലാ, ഇത് കൂടുതലാ. എന്തിനാ പറയണേ? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം എടുത്തിട്ട് പോയാൽ മുമ്പേ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ചായ കുടിക്കണം, ഞാൻ ചായ കുടിച്ച് ഞാൻ പോകും, എന്റെ പരിപാടി കഴിഞ്ഞില്ലേ. അവിടെ എന്തിനാണ് മണിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഇതാണ് വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം. ഇതാണ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം. എല്ലായിടത്തും, ഞാൻ പണവുമായിട്ട് പറഞ്ഞതല്ല, എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ ഒരു ഭയങ്കര രസമുള്ള കാര്യം പറയാം. ഭയങ്കര രസമുള്ള കാര്യമാണ്, പറയാതിരിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ലോട്ടറി ടിക്കറ്റ്, ആദ്യത്തെ ലോട്ടറിയുടെ ക്ലാസ് കൊടുത്തപ്പോ ഒരാൾക്ക് നമ്മൾ ഫ്രീ ക്ലാസ് കിടന്ന സമയത്ത് അത് പ്രാക്ടീസ് ചെയ്തു. അയാൾക്ക് പിറ്റേ ദിവസം, നമ്മളിവിടെ പറഞ്ഞതാണ്, പിറ്റേ ദിവസം 5000 രൂപ ലോട്ടറി അടിച്ചു. ടെക്നിക്ക് എന്നോട് പറഞ്ഞു, സാറേ 5000 അടിച്ചു സാറേ. സന്തോഷം. നല്ല പിറ്റേ കഴിഞ്ഞു. പിന്നെ എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മളെ ധനാകർഷണ മെഡിറ്റേഷൻ എന്നുണ്ടായി. ആ മെഡിറ്റേഷൻ 111 രൂപ, ആ മെഡിറ്റേഷൻ ജോയിൻ ചെയ്തു. പിറ്റേതല്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. 5 lakhs. എന്നോട് പറഞ്ഞ കഥയാണ്. 5 ലക്ഷം രൂപ 5 ലക്ഷം ലോട്ടറി അടിച്ചതിന് ശേഷം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചെന്താ അറിയോ, 5 ലക്ഷം അടിച്ചു ഒക്കെ പറഞ്ഞു. എനിക്ക് മെസ്സേജ് അയച്ചാണ്, നമ്മുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ജേർണി ടു ഹാപ്പിനെസ്, 5000 രൂപയുടെ ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത്. സാറേ 5000 രൂപയുടെ ഓഫറിന്റെ ക്ലാസ് എനിക്ക് വേണം സാറേ, ഞാൻ പകുതി പേ ചെയ്താൽ മതിയോ? ഞാൻ 2-3 ക്ലാസ്സിന് ജോയിൻ ചെയ്ത ആളല്ലേ, ഞാൻ 50% പേ ചെയ്ത സാർ എനിക്ക് ബാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്തായിരിക്കും മറുപടി പറയണ്ടേ? നിങ്ങൾ പറ.
എന്തായിരിക്കും ആളുടെ എന്താ? അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാ ഇപ്പൊ ഡിസ്കൗണ്ട്? അല്ല സാറേ പൈസ ഇല്ല കയ്യിൽ. കാശുണ്ടായാലും കുഴപ്പമില്ല, കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തരുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാശില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാർ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ എന്റെ സ്ഥിരം സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയും, മേലിൽ ഇങ്ങോട്ട് വന്നേക്കരുത്, ഇവിടെ ക്ലാസ്സും ഇല്ല, നിങ്ങൾ പഠിക്കുകയും വേണ്ടെന്ന് പറയും ചെയ്തു. അതോടുകൂടി ആ മനുഷ്യൻ പോയി ചെയ്തു. സന്തോഷമാണ്, ആള് പോയി അതിനുശേഷം ഒറ്റ ക്ലാസ്സിൽ വന്നിട്ടില്ല. നല്ല സന്തോഷമുള്ള പറയാതിരിക്കാൻ. ഇപ്പൊ ഉണ്ടോന്നറിയില്ല, ഞാൻ കാണാറില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് വിഷയം? അല്ല, ഞാൻ അഹങ്കാരം എന്നൊന്നും പറയില്ല. അത് അവരുടെ സ്വഭാവമാണ്, ഇത് അവരുടെ ക്യാരക്ടറാണ്. കാരണം അത് അവരിൽ അന്തർലീനമായി പോയി ഈ ക്യാരക്ടർ. എങ്ങനെയും കിട്ടുമോ, കുറച്ച് കിട്ടുമോ, പകുതി കിട്ടുമോ എന്നുള്ള ഒരു ഇത് അത് അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയാൻ തയ്യാറില്ല. കാരണം ഇത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഒരു കടരഹിത ജീവിതത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ പറയാം, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാവരും ഇപ്പൊ വീഡിയോ കേൾക്കുമ്പോഴും എല്ലാവരും വിചാരിക്കും കടം ഒഴിവാക്കാനായിട്ട് എന്തോ ഒരു എന്താ പറയാ കാശ് തരാൻ പോവാണെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും കടം ഒഴിവാക്കി. ഇന്നലെ ഒരാൾ എന്നോട് മെസ്സേജ് അയച്ചാണ്, 25 ലക്ഷം രൂപ കടമുണ്ട് സാർ, ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം 25 ലക്ഷം രൂപ കടം ഒഴിവാക്കാനായിട്ട്. ഒറ്റ ടെക്നിക്കേ പറയാനുള്ളൂ. ലൈവിൽ ഇപ്പൊ അറിയാൻ പറ്റില്ലെന്നുള്ളൂ, കുറെ ലിമിറ്റേഷൻ ഉണ്ട്. ആ ബാങ്ക് അങ്ങ് പൂട്ടി പോവുക എന്ന് പറയാനേ പറ്റുള്ളൂ. വേറെ എങ്ങനെയാ പറയാ? 25 ലക്ഷം രൂപ കടമുണ്ട്, അത് ഒറ്റയടിക്ക് ഒഴിവാക്കി തരാനുള്ള വഴി എന്താണ്? ഉണ്ട് കേട്ടോ, കാശ് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക തന്നെ വേണം. അതിനൊന്നും വേറെ വഴികളൊന്നും പറയരുത്, ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്. അപ്പോ എന്നിട്ട് ഞാൻ പറയാം, അല്ല അതിപ്പോ അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് പതുക്കെ അടച്ചു നോക്കുന്ന കുറച്ച് സ്കീമിനെ പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാം. അതൊന്നും പറ്റില്ല, എനിക്ക് പെട്ടെന്ന് അതങ്ങ് അടച്ചു തീർക്കാനുള്ള വഴി സാറ് വിചാരിച്ച് ഇപ്പൊ പറഞ്ഞു തരാൻ പറ്റും. പറഞ്ഞു തരാൻ പറ്റുമെങ്കിലും പറഞ്ഞു കൊടുക്കുവോ? പാടില്ല, കൊടുക്കില്ല. നമുക്ക് എപ്പോഴും ധർമ്മം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. എല്ലാത്തിനും പോംവഴികളുണ്ട്, എല്ലാത്തിനും വഴികളുണ്ട്. ആ വഴികളെ പറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്, വഴി അടക്കുന്നതല്ല നമ്മുടെ രീതി എന്നുള്ളത്. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യമാണ്, ഒരു മോട്ടിവേഷൻ ടോക്ക് ഒന്നും അല്ല ഞാൻ നടത്തുന്നത്. നമ്മുടെ മനസ്സിന്, നമ്മുടെ ആളുടെ മനസ്സിനെ, ധനപരമായിട്ടുള്ള മനസ്സിനെ മാറ്റുന്ന, മൈൻഡ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന, ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നത്. ഒറ്റ കാര്യം ഒന്നുകൂടി എല്ലാവർക്കും once again നമസ്കാരം. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ആൾക്കാരും സമ്പത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിരിക്കും വന്നിരിക്കുക. അതായത് നമ്മളെല്ലാം രാത്രികളെ ഉറക്കം കെടുത്തുന്ന, നമ്മുടെയൊക്കെ സമാധാനം നശിപ്പിക്കുന്ന ഒരു ചങ്ങല നമുക്കുണ്ട്. ആ ചങ്ങലയെ നമ്മളൊന്ന് പൊട്ടിച്ചെറിയണം. അത് മറ്റൊന്നുമല്ല, നമുക്ക് ഇരുമ്പിന്റെ ചങ്ങലകൾ അല്ലെങ്കിൽ ഉണ്ട്, അതിന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കുറെ ഉദാഹരണം പറഞ്ഞ സമയമില്ല. നമുക്ക് ആനയുടെ കാലിലെ ചങ്ങല പോലെയുള്ള ചങ്ങലയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും കഥ അറിയാം. അപ്പോ ഈ ഒരു കാണാ ചങ്ങല നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണുന്നില്ല, പക്ഷെ ഏതോ ഒരു സാധനം നമ്മൾ പിടിച്ചു വെക്കുന്നു. ഈ ചങ്ങലയുടെ പേരാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, മാനസികമായുള്ള നമ്മുടെ ഒരു. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചില ആൾക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാം. അതിങ്ങനെയാണ്, എനിക്ക് കടമുണ്ട്, എനിക്ക് കുറെ കടമാണ്, എനിക്ക് ഓരോ ദിവസം കടമാണ് എന്നതിനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ തവണ നമ്മൾ കടമുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മളുടെ എനർജി കടത്തെ തന്നെയാണ് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് സത്യം പലവട്ടം കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ ഇവിടെ ഈ ക്ലാസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് പഠിപ്പിക്കുന്നവർ എല്ലാവരും പറയുന്നു, നിങ്ങൾ അങ്ങനെ പറയരുത്. കടം എന്ന് പറയുന്നത് ഒരിക്കലും ശത്രുവല്ല, അതൊരു പാഠമാണ്, അതൊരു അനുഭവമാണ്, അതൊരു ആവശ്യവുമാണ്. പക്ഷെ കടമല്ല പ്രശ്നം, കടം തിരിച്ചടക്കാത്തതാണ് പ്രശ്നം എന്ന് ചിന്തിക്കൂ. സമ്പത്ത് ഒരു സ്ഥലത്ത് നിന്ന് കടം വാങ്ങിക്കുന്ന ഒരിക്കലും പ്രശ്നമല്ല, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് അടക്കാതിരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമല്ല, അത് നമ്മുടെ തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങളുടെ ഫലമാണ് എന്ന് തിരിച്ചറിയും. ഇത് തിരുത്താൻ നമ്മൾ തയ്യാറാവണം, ഇല്ലാത്തടത്തോളം സാധിക്കില്ല. പിന്നെ ചിലപ്പോൾ പറയാം ആൾക്കാർ, അയ്യോ അത് ഞാൻ എടുത്ത കടമല്ലല്ലോ, എനിക്ക് ഹോസ്പിറ്റൽ കേസ് വന്നിട്ടാണല്ലോ, എല്ലാമാണ്.
പക്ഷെ അവിടെ അതെല്ലാം സത്യമാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ അവിടെ വീണ്ടും വിഷയം അത് എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് തീർക്കേണ്ടതിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചിന്തിക്കുന്ന എന്താ അറിയോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാങ്കുകാരൻ വിളിക്കണു, ഷു അവന് മുടിഞ്ഞു പോകാനായിട്ട്. ഇതാണ് ചിന്ത. എങ്ങനെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ വഴികളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും, എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും. കടമുണ്ടാകുമ്പോഴാണ് നമുക്ക് കാശ് ഉണ്ടാക്കാൻ തുടങ്ങുക. ഞാൻ എപ്പോഴും പറയാം, ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ അതിന് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ ആവശ്യം, അതായത് നമുക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കുക. പലപ്പോഴും ഇനിയിപ്പോ അത് ഉദാഹരണം പറഞ്ഞ് ഇങ്ങനെ കുറെ ലെങ്ത് ആയി പോകില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളിൽ എത്തുകയുള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കടമുണ്ട് കടമുണ്ട് കടമുണ്ടാണെങ്കിൽ കടം തന്നെ എത്തും. എനിക്ക് വരുമാനം വേണം, വരുമാനം വേണം, വരുമാനം വേണം, വരുമാനം വേണം, ഇതല്ലേ യഥാർത്ഥത്തിൽ ആവശ്യം. ഇതെന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? എന്താ വ്യത്യാസം? കണ്ടവരോടും വന്നവരോടും പോയവരോടും എല്ലാവരോടും കടമുണ്ട് കടമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് എന്താ ഗുണമുള്ള? എനിക്ക് കുറച്ച് അതേപോലെ തിരിച്ചു പറഞ്ഞൂടെ, എനിക്ക് കുറച്ചും കൂടി വരുമാനം കൂട്ടണം, എനിക്ക് കുറച്ചും കൂടി വരുമാനം കൂട്ടണം, എനിക്ക് കുറച്ചും കൂടി പണി തരുമോ, എനിക്ക് കുറച്ചും കൂടി പൈസ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരൂ. ഇതെന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എവിടെയാണ് വിഷയം? ഇത് രണ്ടും ഒന്നല്ലേ? അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ വിഷയം. അപ്പോ കടത്തെ പേടിക്ക് നിർത്തി അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതിന് ശാന്തമായ മനസ്സുണ്ടായാൽ മാത്രമേ അത് സാധിക്കുള്ളൂ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, കടത്തെ പറ്റി പറയുമ്പോൾ ഇത് എന്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞ കാര്യത്തെയാണ് വീണ്ടും നിങ്ങളോട് പറയണേ. 1 to 1 എടുത്ത് സംസാരിച്ച് കേട്ടിട്ടാണ്, സാറേ എനിക്ക് 25 ലക്ഷം രൂപ കടമുണ്ട്, എനിക്ക് 35 ലക്ഷം രൂപ കടമുണ്ട്, എനിക്ക് 60 ലക്ഷം രൂപ കടമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതേ ഒന്ന് കടത്തെ നിങ്ങളൊന്ന് വേർതിരിച്ചു പറയും, ഏത് ബാങ്കിൽ എത്രയുള്ളത്, എവിടെ എത്രയുള്ളത്, ബ്ലേഡുകാർക്ക് എത്രയുള്ളത്, അതറിയില്ല. അപ്പൊ എത്ര നിങ്ങൾക്ക് ഒരു മാസം അടവുണ്ട്, അതറിയില്ല. ഏതൊക്കെ ബാങ്കിലാണ് ഉള്ളത്, അതും അറിയില്ല. എവിടെയൊക്കെയോ ഉണ്ട് എന്ന് മാത്രം അറിയാം. അപ്പൊ കടം തീരണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തില്ല. കൃത്യമായ കണക്ക് വേണം, എഴുതി വെച്ചോളൂ. നമ്മൾ കടത്തിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കൃത്യമായ കണക്കുണ്ടാക്കുക. എത്ര രൂപയാണ് നൽകാനുള്ളത്? ഇവിടെ 90% ആൾക്കാരും തോറ്റുപോകുന്നത് അതിലാണ്. അതായത് ബാങ്കുകാരൻ വിളിക്കുന്നു, ഈ മാസം അടച്ചില്ല, നിങ്ങൾ അടക്കാം. അപ്പൊ എത്രയാണ് ഈ ബാങ്കിൽ അടക്കാൻ ബാക്കിയുള്ളത്, ഇതിന്റെ അടുത്ത ഇൻട്രസ്റ്റ് കുറക്കാനുള്ള എന്തും വഴികളുണ്ടോ, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കണം. എത്രയുണ്ട് എന്നുള്ള കണക്കാദ്യം എഴുതി വെക്കൂ. ഞാനിവിടെ 10-15 പേരുടെ കടം, 10-15 പേരുടെ അല്ല, അതിൽ കൂടുതൽ ആൾക്കാരുടെ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ടൊക്കെ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യിപ്പിച്ച മെത്തേഡുകളുണ്ട്. അവരിൽ പൈസ ഉണ്ടായി തന്നെയാണ് അവർക്ക് അടക്കാൻ പറ്റി ചെറിയ ഇൻട്രസ്റ്റിലേക്ക് മാറ്റാനൊക്കെ മെത്തേഡുകൾ നമ്മളോട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര രൂപ കൊടുക്കേണ്ടത് കണക്ക് ആദ്യം ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിനൊക്കെ ഏതൊക്കെയാണ് ഡെഡ് ലൈൻ തീയതികൾ, അടക്കേണ്ട തീയതി ഏതാണ് എന്ന് ഓർത്തു വെക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു ബാങ്ക് ബാലൻസ് കടം മാത്രമേ ഉള്ളൂ, അല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബാലൻസ് എമൗണ്ട് ഉണ്ടോ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും അസറ്റ് ഉണ്ടോ? ഞാൻ മിനിയാന്നൊരു കഥ പറഞ്ഞിരുന്നു. ഒരാളെ കരച്ചിലാണ്, സാറേ കടമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ മരിക്കും ഒക്കെ പറഞ്ഞ്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? 25 ലക്ഷം രൂപ ബാങ്കിൽ അടക്കാനുണ്ട് സാറേ, ബാങ്കുകാർ വിളിച്ചിട്ട് ബുദ്ധിമുട്ട്. ഞാൻ 25 ലക്ഷം രൂപ എന്തിനാ അപ്പൊ കടമുണ്ട്? ചോദിച്ചപ്പോ, നിങ്ങൾ എന്താ ചെയ്തേ? 65 ലക്ഷത്തിന് സ്ഥലം മേടിച്ചു, സ്വത്ത് മേടിച്ചു. 25 ലക്ഷം കുറവായിരുന്നു, കയ്യിലുള്ള സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ വെച്ചു. എന്നിട്ട് ആ 25 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ആ ലോൺ തിരിച്ചടക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ടെൻഷൻ അടി. എന്തായാലും പറഞ്ഞു കൊടുക്കേണ്ട ഞാൻ മറുപടി. ഇതാണ് മിക്കവരുടെയും യഥാർത്ഥ വിഷയം. അപ്പൊ നമ്മൾ ഇതിന്റെ സുരക്ഷിതത്തെ പറ്റിയിട്ട് എപ്പോഴും ആലോചിക്കണം. 90% ആൾക്കാരും അനുഭവിക്കുന്നത് ഈ അനാവശ്യമായ ടെൻഷനുകളാണ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ക്ലാസ്സിലൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയവർ ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും കടം ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷെ നേരെ തിരിച്ചാണ് വേണ്ടത്. നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്, കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എല്ലാ കടവും വീട്ടി എന്നതിനല്ല, നിങ്ങൾ എല്ലാത്തിനും നല്ല വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളത് പറ്റിയിട്ടാണ്. ബാങ്ക് ബാലൻസ് നോക്കാൻ പേടിയാണ് ആൾക്കാർക്ക്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നോക്കാൻ നിങ്ങൾക്ക് പേടിയാണ്, പിന്നാരെ നോക്കുക. ആ പേടിയാണ് ആദ്യം എടുത്തു കളയേണ്ടത്. അവിടെ വിഷ്വലൈസേഷൻ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, ഞാൻ സമ്പന്നതയിലേക്ക് എത്തുന്നു, സമ്പന്നനായിരിക്കുന്നു എന്നുള്ള വിഷ്വലൈസേഷൻ നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല?
കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്നോട് പറഞ്ഞു, സാറ് വിഷ്വലൈസേഷൻ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ കണ്ടതൊക്കെ വീടിന്റെ മുറ്റത്ത് ആൾക്കാർ വന്ന് അടികൂടിയും വരുന്നതാണ്, പൈസ അടക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാത്തവർ അടികൂടാൻ വരുന്നതാണ് ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തതെന്ന്. എന്താ കാര്യമുള്ളത്? നമ്മുടെ വിഷ്വലൈസേഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ലേ, നമുക്കല്ലേ കാണാൻ പറ്റൂ. എന്തുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഇത് പ്രാക്ടീസ് ചെയ്താൽ പറ്റുന്നതാണ്. ഞാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അർത്ഥം പറ്റുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, ദിവസവും രാവിലെ അഫർമേഷൻ, പണം എനിക്ക് എളുപ്പത്തിൽ വരുന്നു, ഞാൻ സാമ്പത്തിക സുരക്ഷിതനാണ് എന്ന് പറയുമ്പോൾ ആ ഭാവം നമുക്ക് വരുന്നുണ്ടോ? ആ ഭാവം വരുത്തണം. ആ ഭാവം ഇല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആ ഭാവം വരുത്താനുള്ള പ്രാക്ടീസുകൾ, മെഡിറ്റേഷനുകൾ, അതുപോലെ കോഴ്സുകൾ, മനസ്സിലാക്കലുകൾ നടത്തണം. അതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ എനർജി, നമ്മുടെ സമ്പത്തിനെ പറ്റി മാത്രം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ്, വളരെ വളരെ റിച്ച് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അഡ്മിന് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എനർജി മാറ്റുന്നതിന്റെ കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, ഈ നേരത്തെ പറഞ്ഞ സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞ പോലെയാണ്, ഉള്ളതിൽ നന്ദിയുണ്ടോ? കൃതജ്ഞത എന്ന് പറയുന്ന സാധനമില്ല, നന്ദിയില്ല. എനിക്ക് കടമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഉള്ളതിനെ പറ്റി പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 60 ലക്ഷത്തിന്റെ സ്വത്ത് മേടിച്ചപ്പോ 25 ലക്ഷം രൂപയുടെ സ്വർണം പ്ലഡ്ജ് ചെയ്തതിനാണ് കടമുണ്ടോ എന്റെ ടെൻഷൻ അടിക്കുന്നത്. അപ്പൊ എത്ര രൂപയുടെ അവർ സ്വത്ത് അവരെത്തുണ്ട്? 60 ലക്ഷത്തിന് സ്വത്ത് മേടിച്ചു, 25 ലക്ഷം ബാങ്കിൽ ലോണായിട്ട് ഗോൾഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡിന് എന്തായാലും 40 ലക്ഷം വിലയുണ്ടാവും. എന്നാലും 25 ലക്ഷം ബാങ്ക് തരുള്ളൂ. അപ്പൊ 60ഉം 40ഉം 1 കോടി രൂപയുടെ മുതലുള്ള ആള് 25 ലക്ഷം കടമുള്ളൂ. അപ്പൊ അയാൾ കടക്കാരനാണോ പണക്കാരനാണോ? ഈ മെന്റാലിറ്റി മാറ്റാൻ പിടിക്കുക. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ 1 കോടിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ 70 ലക്ഷത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാമല്ലോ, അല്ല 75 ലക്ഷത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാമല്ലോ. ഇതല്ലേ ഏറ്റവും വലിയ കാര്യം. ഇതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആക്ട് ആസ് ഈഫ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അഭിനയിക്കുക, അതുപോലെ ആയിത്തീരുക. നിങ്ങൾ ഇതുപോലെ ബിഹേവ് ചെയ്യുക. അപ്പൊ ഇപ്പൊ നമ്മൾ ബിഹേവ് ചെയ്യുന്ന എന്താണ്? കടക്കാരൻ ഉള്ള ബിഹേവിയർ ആണുള്ളത്. അപ്പൊ കടക്കാരനല്ലേ ആവുള്ളൂ. പണക്കാരനാവണമെങ്കിൽ പണക്കാരനായ അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല? ഈ ചിന്തിക്കുന്നതിന് പ്രത്യേകിച്ച് കാശൊന്നും ചെലവില്ലല്ലോ. അങ്ങനെ ആയിത്തീരുന്ന കാശൊന്നും ചെലവില്ലല്ലോ നമുക്ക്. എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല? അത് ചെയ്യാൻ പഠിക്കണം, പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇതുപോലെ ക്ലാസ്സുകളിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. അയ്യോ ദൈവമേ, ഞാനിത് എങ്ങനെ കൊടുക്കും എന്ന് പറയുന്ന ആൾക്ക് തന്നെ, അയ്യോ ദൈവമേ, ഞാനിത് എങ്ങനെയായാലും കൊടുക്കും. ഞാനിത് എങ്ങനെ കൊടുക്കും? എന്താ വ്യത്യാസമുള്ളത്? ഇതൊന്നും സിമ്പിൾ അല്ലേ? ഇത് നമ്മുടെ വൈബ്രേഷൻ മാറ്റാനായിട്ട് ചില കാര്യങ്ങൾ പഠിക്കണം, അറിയണം, എന്നിട്ട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഉള്ളതിന് നന്ദി പറയണം. 10 രൂപയാണുള്ളതെങ്കിൽ 10 രൂപയ്ക്ക് നന്ദി പറയുക. എങ്ങനെയാണ് നമ്മൾ ഒരു കാശ് ഇല്ലാതിരുന്ന ആൾ, ഒരു കടവും ഇല്ലാത്ത ഒരാൾ ഷോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഷോപ്പ് ചെയ്യുക? നമ്മൾ കണ്ട സാധനം എല്ലാം വാരി വലിച്ചു കൊണ്ടുവരും? ഇല്ലല്ലോ. നമ്മളൊരു ഡിസിപ്ലിനാ പോകുന്നത്. ആ ഡിസിപ്ലിൻ അവിടെ കൊണ്ടുവരിക, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക. ഓരോ തീരുമാനം എടുക്കുമ്പോഴും അതിനനുസരിച്ച് തീരുമാനം എടുക്കുക. അപ്പൊ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതിൽ നിന്ന് പുറത്തു കിടക്കുക എന്ന് പറയുന്നത് വെറും ചിന്തകൾ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല, അതിനുള്ള പ്രവൃത്തിയും കൂടി ഉണ്ടാവണം. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊപ്പം നമ്മുടെ പ്രവർത്തനം വേണം. കടം തീർക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെ ഏത് സമയം കൊണ്ട് ഇത്ര കാശ് വേറെ ഉണ്ടാക്കുമെന്നും കൂടി ചിന്തിക്കണം. വഴികൾ 100 ഓപ്പണായി വരും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ. നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലരും എന്നോട്, ഞാൻ 2-3 ആൾക്കാർ ചെയ്തൊരു കാര്യം കൂടി പറയാ ഇത് സന്ദർഭത്തിൽ പറയാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ അവർ ക്ലാസ്സിൽ വരാത്തോണ്ട് പേരൊന്നും പറയുന്നില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ ഒരു രക്ഷയില്ല, മാസം 25,000 രൂപ ലോണായിട്ട് തിരിച്ചടക്കാനുണ്ട്, വരുമാനം ഒന്നുമില്ല, എനിക്ക് ടൈലറിങ് ഷോപ്പാണ്, ടൈലറിങ് പണിയും വരുന്നില്ല, വന്നാലല്ലേ അടക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, ദിവസവും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു. അവര് ഒരു 3 മാസം പ്രാക്ടീസ് ചെയ്തു. 3 മാസം പ്രാക്ടീസ് ചെയ്താൽ അവർക്ക് നല്ല വർക്കുകൾ വന്നു. കടയിൽ ഈ ടൈലറിങ്ങിന്റെ നല്ല വർക്കുകൾ വന്നു. മറ്റേ 2 പേരുടെ കാര്യം, ഒരാളെ കാര്യം മാത്രം സിമ്പിൾ ആയിട്ട് പറഞ്ഞു. വർക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു വിഷയം എന്താണെന്നറിയോ? വർക്ക് ചെയ്യാൻ സുഖമില്ല, മടിയാവും.
അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു പണിയും കൂടി തരാം, ഇതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു കമ്പനിക്കാരോട് സംസാരിച്ചിട്ട് മാസം 7,000 രൂപ, വീട്ടിൽ അവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പണി ഒരു 7,000 രൂപ ശമ്പളത്തിന് വേറൊരു പണിയും അവർക്ക് ശരിയാക്കി കൊടുത്തു. അപ്പൊ എത്രയാ അവർക്ക് എന്തായാലും 25,000-30,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഈ 7,000 രൂപയുടെ പണി റെഡിയാക്കി കൊടുത്താൽ ഒരു മാസം അവർ നിന്നിട്ട് ഒരു വർക്ക് പോലും ചെയ്തില്ല. ഓരോ ദിവസം ചോദിക്കുമ്പോൾ സാറേ നാളെ ചെയ്യൂട്ടോ, ഞാൻ മറ്റന്നാൾ ചെയ്യൂട്ടോ, അത് ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചു സാറേ, അപ്പോഴേക്കും തിരക്കായിപ്പോയി. ഇങ്ങനെ പറഞ്ഞു ഒരു മാസം അവർ സമയം കാണും. ആദ്യം ഞാൻ അഡ്വാൻസ് എമൗണ്ട് സാലറി മേടിച്ചു കൊടുത്താൽ 5,000 രൂപ അഡ്വാൻസ് സാലറി മേടിച്ചു കൊടുത്തു. ഒരു മാസം ഒരു വർക്ക് ചെയ്തില്ല വ്യക്തി. എന്നിട്ടും അതും തീർന്നില്ല, എന്നിട്ടും പറയാം നമ്മളോട്. ഞാൻ പറഞ്ഞു പിന്നെ ഇന്ന് നിർത്തിക്കോ പെങ്ങളെ, അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഇവിടെ ഇല്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പോ നമ്മൾ നിർത്തിയേക്ക് തന്നെ ജോലി, നമുക്ക് കൊടുത്ത ജോലി വേണ്ടാന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തായാലും നമ്മളോട് സ്വാഭാവികമല്ല, നമ്മളോട് ദേഷ്യം ഉണ്ടാവും. നമ്മളോട് എല്ലാം കൊണ്ട് സാറ് അങ്ങനെ ആക്കി എന്ന് പറഞ്ഞു. ഇവിടെ നിന്നെല്ലാം നിർത്തിപ്പോയി. എന്നിട്ട് ഒരാൾ ദൈവത്തിന്റെ അടുത്തേക്ക് നേരെ കണ്ണടച്ചിരിക്കും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർത്തിരിക്കുന്നു, എല്ലാം തീർത്തു. എല്ലാം പോയി അവിടെ കയറ്റി അവർ സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞു, അവർ വീഡിയോ ഉണ്ട് റിസൾട്ട് വീഡിയോ ആക്കി അയക്കാൻ പറഞ്ഞു, എല്ലാം അയച്ചു, എല്ലാം കൊടുത്തു, എല്ലാം സൂപ്പറായി കൊടുത്തു. അവരെ ഏതോ ഒരു വലിയ കോഴ്സ് ഉണ്ട്, കോഴ്സ് അല്ല ഈ കണ്ണടച്ചിരിക്കുന്ന വലിയ കണ്ണടച്ചിരിക്കൽ, ചെറിയ കണ്ണടച്ചിരിക്കൽ, വലിയ കണ്ണടച്ചിരിക്കൽ കോഴ്സിന് 49,990 രൂപ. എവിടുന്ന് പോയി ലോണൊക്കെ കടമൊക്കെ മേടിച്ച് കൊണ്ടേ കൊടുത്തു. സമാധാനമായല്ലോ, ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്ത് സംഭവിക്കുന്നുള്ളത്. ഇപ്പൊ കണ്ണടച്ചിരിക്കുന്ന ആളെ പോലീസ് കൊണ്ടുപോയി, എല്ലാം അടച്ചു പൂട്ടി വന്നു. ഈ 49,000 രൂപ ഇപ്പോഴോ ഞാൻ പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളൂ. ഞാനതിന് വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. വഴികൾ പറഞ്ഞു കൊടുക്കാം നമുക്ക് പറ്റും. ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴികളാണ്. ഇത് പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ കുഴിയിലേ വീഴുള്ളൂ എന്ന് പറഞ്ഞ് കണ്ണടച്ച് നടക്കുന്നവൻ വീഴും, ഒന്നും ചെയ്യാൻ പറ്റില്ല. വീഴരുത് എന്നുള്ള പ്രാർത്ഥനയെ നമുക്കുള്ളൂ. അത് വീഴരുത് മുമ്പേ പറഞ്ഞു തരുതാ, അങ്ങോട്ട് പോരുത്, കുഴിയിൽ വീഴും, കുഴിയിൽ വീഴും. ഇല്ല, ഞാൻ വീഴാണ് ജനിച്ചത്, പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇത് നിങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കടം തീർക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക, പുതിയ വരുമാന മാർഗം കണ്ടെത്തുക. വരുമാന മാർഗങ്ങൾ ഇന്ന് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരാളും ജോലി ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ഇഷ്ടം പോലെ ജോലികളുണ്ട്, ചെയ്യാത്തത് മാത്രമാണ്. ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ചെലവ് നിയന്ത്രിക്കണം, അത് വളരെ നിർബന്ധമാണ്. കടമുള്ള ആൾക്കാർ നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ ദിവസവും മന്തി ബഹവ തന്നെയായിരിക്കും കഴിക്കുന്നത്. പറഞ്ഞു പോകുന്ന കാര്യമല്ല. അപ്പൊ ഒരുപാട് ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കി ആദ്യം കടം തീർക്കുക, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന തീരുമാനത്തിൽ കുടുംബം എത്താം. അപ്പൊ കടരഹിത ജീവിതം എന്ന് പറയുന്ന ഒരു സ്വപ്നമുള്ള കാര്യമല്ല, അത് നമ്മുടെ അവകാശമാണെന്ന് തിരിച്ചറിയുക. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യം വെറുതെ കേട്ടിട്ട് പോകാനുള്ളതല്ല എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് മുതൽ പ്രവർത്തിക്കുക. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ഐ ആം ഫൈനാൻഷ്യലി ഫ്രീ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഇതുമായി ബന്ധപ്പെട്ട ആൾക്ക് നിങ്ങൾക്ക് നോക്കാം എത്ര പേർക്ക് അതിനോട് കൃത്യമായി താല്പര്യമുണ്ടെന്ന്. നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ ആം ഫൈനാൻഷ്യലി ഫ്രീ ഒന്ന് താഴെ ടൈപ്പ് ചെയ്തേക്കാം. കമോൺ എല്ലാം ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ 2 കോഴ്സുകൾ ഇതേ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഫൈനാൻഷ്യൽ ഇത് കൂട്ടാനായിട്ട് 2 കോഴ്സുകൾ ഞാൻ അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് 15,400 രൂപ വിലയുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള കോഴ്സാണ്. അത് ഈ 15-ാം തീയതി വരെ 3,080 രൂപയെ കൊടുത്തിട്ടുള്ളൂ. 80% ഡിസ്കൗണ്ടിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡിസ്കൗണ്ട് ഇടുന്നത്. ഇതുവരെയും ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ വെൽത്ത് മാനേജ്മെന്റിൽ അതുപോലെ ആൾക്കാർ വരുന്നുണ്ട്. ജോയിൻ ചെയ്യുക, മാറ്റം ഉണ്ടാക്കുക. ഇഷ്ടം പോലെ. ഇനി 3,080 ഇല്ലേ, ചെറിയ 400 അല്ലെ എത്രയാണെന്നല്ല, ഒരു വൺ ഡേ വെബിനാർ നമ്മൾ ഇട്ടത്. വൺ ഡേ വെബിനാർ ഉണ്ടായിരുന്നല്ലോ നമ്മളിന്ന് പറഞ്ഞ്, അതെന്തായിരുന്നു മറന്നുപോയി എനിക്ക് പേര്. വൺ ഡേ വെബിനാർ പ്രസീദ് 444 രൂപയുടെ വൺ ഡേ വെബിനാർ. അതിൽ 8 സിസ്റ്റം പഠിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് സാമ്പത്തികമായിട്ട് നമ്മുടെ എനർജി കൂട്ടാൻ 8 സിസ്റ്റംസ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. വൺ ഡേ ക്ലാസ് ആണ്, റെക്കോർഡിങ് ഫുള്ള് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇത് പ്രാക്ടിക്കൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്താണ്. 444 നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ മാത്രം തന്നാണ്. ഇത് വേണ്ടവർ ഇപ്പൊ ചോദിച്ചിട്ട് മേടിച്ചോളുക. ക്ലാസ് പഠിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല. ഓരോ ആളുടെയും, നിങ്ങളെല്ലാം ഏകദേശം ആളും എനിക്ക് നേരിട്ട് അറിയുന്നവരാണ് നിങ്ങളോട്. യെസ്, ഐ ആം ഫൈനാൻഷ്യലി ഫ്രീ. യെസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫൈനാൻഷ്യലി ഫ്രീ ആവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.
എല്ലാവരും സമ്പത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കണം. പല പല ആവശ്യങ്ങൾ നമുക്കുണ്ട്, പല പല വഴികൾ നമുക്കുണ്ട്. പിന്നെ കൊല്ലം പ്രോഗ്രാമിൽ വീണ്ടും ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വരിക, കാണുക, നമുക്ക് നേരിട്ട് കാണാം. അത്ര തീർച്ചയുള്ളൂ. താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം കാണാം.